ട്രെൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 തരം ട്രെൻഡ് ഉണ്ടല്ലേ. ഒന്നെന്ന് പറയുന്നത് അപ്പ് ട്രെൻഡ്, രണ്ടെന്ന് പറയുന്നത് ഡൗൺ ട്രെൻഡ്, മൂന്നെന്ന് പറയുന്നത് സൈഡ് വേസ് അല്ലെങ്കിൽ സ്വിംഗ് എന്നൊക്കെ നമുക്ക് പറയാം. സ്വിംഗ് ട്രേഡ് എന്നതിനപ്പുറം നമ്മൾ എന്തൊക്കെയാണ് സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മിക്കവാറും ഇടുന്നത് സ്വിംഗ് കോൾസാണ്. അതിപ്പോൾ നമ്മൾ BTST അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് അല്ലെങ്കിൽ ഷോർട്ട് ടേം കോൾസാണ് കൂടുതലും ഇടുന്നത്. പക്ഷേ അതിൽ മിക്കവാറും കോൾസ് അന്ന് തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പലരും ചോദിച്ചു നമ്മൾ എന്തൊക്കെയാണ് ഒരു സ്വിംഗ് ട്രേഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് ബിഗിനേഴ്സിനാണ് കൂടുതൽ ഉപയോഗപ്പെടുക. നമ്മളൊരു പന്ത് താഴോട്ടിട്ടാൽ അത് മേളിലോട്ട് വരും അല്ലേ. പന്ത് താഴെ തട്ടി അവിടെ ഒരു ബേസ് കിട്ടി മേളിലോട്ട് വരുന്നു. അതുപോലെ തന്നെ മേളിലൊരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുമ്പോൾ താഴോട്ട് വരുന്നു. അതിനെ തന്നെയാണ് നമ്മൾ സപ്പോർട്ട് എന്ന് പറയുന്നതും മേളിൽ തട്ടി താഴോട്ട് വരുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നു അല്ലേ. താഴെ തട്ടി മേളിലോട്ട് പോകുന്നതാണ് നമ്മുടെ സപ്പോർട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മളെപ്പോഴും സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന എൻട്രി എന്ന് പറയുന്നത് സപ്പോർട്ടിന് കുറച്ച് മുകളിലായിരിക്കണം. അതുപോലെ തന്നെ എക്സിറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് കുറച്ച് താഴെയായിരിക്കണം. അപ്പോൾ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സപ്പോർട്ടിന് കുറച്ച് താഴെയായിരിക്കണം സ്റ്റോപ്പ് ലോസ്. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാലും പോരാ, അതിനു മുമ്പ് നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ടില്ല എങ്കിൽ, അതുപോലെ തന്നെ ട്രേഡിങ്ങിൻ്റെ ലോകത്തോട്ട് കടന്നു വരണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ താഴെ അപ്സ്റ്റോക്സിൻ്റെയും അതുപോലെ തന്നെ ഏഞ്ചലിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായി ഒരു ഫ്രീ ആയിട്ട് ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഒരു സൈഡ് വേസിലുള്ള ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്സിനെ അതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും യൂസ് ചെയ്തിട്ട് നമ്മളത് സ്വിങ് ചെയ്യും. അതായത് നമ്മുടെ കയ്യിലൊരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ഒരുപാട് തവണ സ്വിങ് ചെയ്ത് നമുക്ക് പൈസ ഉണ്ടാക്കാം. ഒരുപക്ഷെ അത് ഷോർട്ട് ടേം എടുക്കുന്നതിന് ഷോർട്ട് ടേമിൽ കൈവച്ച് അല്ലെങ്കിൽ ലോങ് ടേമിന് നമ്മുടെ കയ്യിൽ വെച്ച് ഹോൾഡ് ചെയ്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ പെട്ടെന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വിങ് എന്ന് പറയുന്നത്. ഈ സ്വിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഇൻട്രാഡേ ആക്കി മാറ്റാൻ കഴിയും. ഒരുപക്ഷെ എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കിയാണ് നമ്മൾ പല സ്വിങ് ട്രേഡ് പറയുമ്പോഴും അത് ഇൻട്രാഡേയിൽ അവസാനിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇൻട്രാഡേയിൽ അന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അന്ന് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നല്ല മൂവ്മെൻറ്റും അല്ലെങ്കിൽ നല്ല ഒരു വോളിയും ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാനും സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എങ്ങനെ സ്വിംഗ് ട്രേഡിനുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാം അതെന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയിട്ട് ഒരു സ്റ്റോക്ക് എടുക്കുക. ഫോർ എക്സാമ്പിൾ ടാറ്റ സ്റ്റീൽ അല്ലെങ്കിൽ ടാറ്റ മെറ്റാലിക്സ് അല്ലെങ്കിൽ പവർ ഗ്രിഡ് അല്ലെങ്കിൽ ബാറ്റ ഇന്ത്യ, ഏതെങ്കിലും എടുത്തിട്ട് അതിൻ്റെ 1 മന്ത് ട്രെൻഡ് നോക്കുക. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മന്ത് ട്രെൻഡ് പോസിറ്റീവായിട്ട് പോകുന്നുവെങ്കിൽ അത് നമുക്ക് സ്വിങ്ങിന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എങ്ങനെയാണെന്ന് പറയാം. കാരണം സ്വിങ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. താഴോട്ട് വരുന്ന സ്റ്റോക്കിലും സ്വിങ് ചെയ്യാം, മുകളിലോട്ട് അപ്പ് ട്രെൻഡുള്ള സ്റ്റോക്കിലും സ്വിങ് ചെയ്യാം. പക്ഷേ അപ്പ് ട്രെൻഡുള്ള സ്റ്റോക്കിൽ ചെയ്ത് പഠിക്കുന്നുള്ളവർക്ക് ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. അതുപോലെ സ്വിങ് ട്രേഡിന് സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കണം. അപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്ക്രീനർ അല്ലെങ്കിൽ മണി കൺട്രോൾ അല്ലെങ്കിൽ മോണിറ്ററൈസ് അല്ലെങ്കിൽ morningstar.in അതുപോലെയുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 5-6 കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കുക. അതിൻ്റെ ക്യാഷ് ഫ്ലോ, അതുപോലെ സെയിൽസ് ഗ്രോത്ത്, അതുപോലെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, അതുപോലെ അറ്റ്ലീസ്റ്റ് ലേറ്റസ്റ്റ് ക്വാർട്ടർലി റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കണം, EPS നല്ലതായിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഒരു 7-8 അല്ലെങ്കിൽ 10 സ്റ്റോക്ക് വരെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണത് ഇങ്ങനെ നമ്മൾ കണക്കാക്കുന്നതെന്ന്. നമുക്ക് നമ്മളിങ്ങനെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കുറേ പിക്കുകൾ എടുത്തിട്ട് അതിൻ്റെ ഒരു അനാലിസിസ് നോക്കുക. അതിൻ്റെ ഒരു 1 ഇയർ ട്രെൻഡ് നോക്കുക, അല്ലെങ്കിൽ 1 ഇയർ ചാർട്ട് നോക്കുക, അല്ലെങ്കിൽ 6 മന്ത്സ് ചാർട്ട് നോക്കുക, അല്ലെങ്കിൽ 3 മന്ത്സ് ചാർട്ട് നോക്കുക. ഈവൻ 1 മന്ത് ചാർട്ടിൽ പോലും നമുക്ക് സ്വിങ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇത്രയും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള പിക്കുകൾ എടുത്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു പോസിറ്റീവ് ട്രെൻഡ് ആയിരിക്കണം. അതായത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ പിവറ്റ് അറിയാമല്ലേ, പിവറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ പഴയ വീഡിയോകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിവറ്റിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞാൽ തീരത്തില്ല. അപ്പോൾ പിവറ്റ് ഒരു സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ 7 ദിവസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 10 ദിവസത്തെ പിവറ്റ് എങ്ങനെയാണെന്ന് നോക്കുക. അതിനൊരു പോസിറ്റീവ് ട്രെൻഡാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വിങ്ങിനും അത് എടുക്കാൻ സാധിക്കുക. ഈവൻ സ്വിങ്ങിന് മാത്രമല്ല, അത് നമുക്ക് ഷോർട്ട് ടേമിന് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു മാസത്തെ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നോക്കുമ്പോൾ അതൊരു പോസിറ്റീവ് ട്രെൻഡോട് നിൽക്കുന്നതാണെങ്കിൽ
അതിൽ ഡിപ്പ് വരുമ്പോൾ എൻട്രി ചെയ്യാം. കാരണം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ഒരു സ്റ്റോക്ക് മേലോട്ട് പോയിട്ട് അത് താഴെ ഒരു സ്വിംഗ് കൊടുക്കുന്നു. അപ്പോൾ അത്തരം ഒരു ഇടിവിലാണ് നമ്മൾ എൻട്രി എടുത്തിട്ട് കുറച്ചൊരു പോയിന്റ് കിട്ടുമ്പോൾ എക്സിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്ന പല കോളുകളും ഒരുമാതിരി സ്കാൽപ്പിംഗ് പോലെയാണ്. നമ്മൾ ഒരുപാട് പ്രോഫിറ്റ് കിട്ടാൻ നോക്കുന്നില്ല. ചിലപ്പോൾ 1-2% കിട്ടുമ്പോൾ നമ്മൾ ഗെറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി, മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മളത് പെട്ടെന്ന് കിറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിന് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എൻട്രി എടുക്കേണ്ടത് സപ്പോർട്ടിന് മേളിലും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് സപ്പോർട്ടിന് തൊട്ട് താഴെയുമാണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിളിലോട്ട് പോകാം. കുറച്ച് സ്റ്റോക്കുകൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങൾ സൂക്ഷ്മമായിട്ട് വാച്ച് ചെയ്യുക. മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ഏതൊരു സ്ട്രാറ്റജി പഠിച്ചാലും തീർച്ചയായിട്ടും അത് മാസ്റ്റർ ആവാൻ ശ്രമിക്കുക. ഒരുപാട് സ്ട്രാറ്റജികളുണ്ട്, പക്ഷേ ഒരു സ്ട്രാറ്റജി നമ്മൾ 1-2 മാസമെങ്കിലും നമ്മളത് പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കത് വിൻ ചെയ്യാൻ സാധിക്കും. അല്ലാതെ ഇന്നൊരു സ്ട്രാറ്റജി, നാളെ മറ്റൊരു സ്ട്രാറ്റജി, വേറൊരു ദിവസം മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു പോയാൽ നമുക്ക് ഒന്നിലും ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒന്നിലും നമുക്ക് എക്സ്പെർട്ട് ആവാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന സ്ട്രാറ്റജി അത് മാക്സിമം ട്രെയിൻ ചെയ്യുക, മാക്സിമം അതിൽ മാസ്റ്റർ ആവാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് 2 മിനിറ്റ് തരികയാണ്. വീഡിയോ ഉണ്ട്, ലൈവ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. എങ്ങനെയാണ് നമുക്ക് സ്റ്റോക്കുകളുടെ സ്വിങ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ അതിൽ സെലക്ട് ചെയ്യാം, ഏതൊക്കെ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് സ്വിങ് ചെയ്യാമെന്ന്. അക്കൗണ്ട് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് അക്കൗണ്ട് എടുക്കുക. ട്രേഡിനുള്ള സ്റ്റോക്സ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വിങ് ട്രേഡിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരിക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ BBTC ആണ്. BBTC അത്യാവശ്യം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് സ്റ്റോക്ക് കയ്യിലുണ്ടായിരിക്കണം. കുറച്ച് വാച്ച് ലിസ്റ്റിൽ നല്ല കുറച്ച് സ്റ്റോക്കുകൾ കണ്ടുപിടിച്ച് വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ BBTCൻ്റെ ഒരു ചാർട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കാം. ഈ പറയുന്ന പോലെ ഏത് സ്ട്രാറ്റജി ആയാലും നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുക. റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ച് ചെയ്യുക. കാരണം നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ ഇത് വെച്ച് ചെയ്താൽ 100% പ്രോഫിറ്റ് കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ നമുക്കതനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജി ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ പറയുന്ന പോലെ ട്രേഡ് ചെയ്യുമ്പോൾ ചിലർക്ക് പ്രോഫിറ്റും ചിലർക്ക് ലോസുമാണ് കിട്ടുന്നത്. നമ്മൾ എത്രത്തോളം അത് മാസ്റ്റർ ആവാൻ ശ്രമിക്കുമോ അത്രത്തോളം നമുക്ക് ഇതിൽ കുറച്ചൊക്കെ വിജയം വരിക്കാൻ സാധിക്കുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിത്യാഭ്യാസി ആനയെടുക്കും, അത് വളരെ കറക്റ്റാണ്. സോ നമ്മളിത് മാക്സിമം പഠിക്കുക, എന്നിട്ട് നിങ്ങളുടെ ലോജിക്ക് വെച്ച് കുറച്ച് ഫൈൻ ട്യൂൺ ചെയ്യുക. ഓക്കെ, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റോക്ക് പക്ഷേ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ സ്ഥിരം പറയുന്ന ഒരു സ്റ്റോക്കാണ് BBTC. screener.in, അതാണ് നമ്മൾ അത്യാവശ്യം നമ്മളൊക്കെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു വെബ്സൈറ്റ്. അപ്പോൾ അവിടെ ഞാൻ BBTC കൊടുത്തു. ഇവിടെ കമ്പനി സെർച്ചിൽ കൊടുക്കുക. അപ്പോൾ കമ്പനിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇവിടെ. അത്യാവശ്യം ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് വാല്യൂസ് എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപ്പ്, അതുപോലെ ROC, ROE, ഡെപ്റ്റ്, EPS ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലൊരു 85.69 ഉണ്ട് ഏർണിംഗ് പെർ ഷെയർ. അതുപോലെ തന്നെ സ്റ്റോക്ക് PE, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻഡസ്ട്രി PEയേക്കാളും സ്റ്റോക്ക് PE കുറഞ്ഞിരിക്കണം. പക്ഷേ ഇവിടെ ഇൻഡസ്ട്രി PE 13.77 ആണ്, 13.18. അപ്പം ചില നല്ല സ്റ്റോക്കുകൾ നമുക്ക് അത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് സെയിം ആയിരിക്കണം, കൂടുതലായിരിക്കരുത്. അതുകൂടി കൺസിഡർ ചെയ്താൽ നമുക്ക് നല്ല വാല്യൂഷനിൽ കിട്ടും. അതുപോലെ തന്നെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.40 ആണ്. ഇതെപ്പോഴും 0.5 അല്ലെങ്കിൽ 1 താഴെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കടം കുറഞ്ഞ കമ്പനികളായിരിക്കും. അതുപോലെ സെയിൽസ് ഗ്രോത്ത് ഇതിൻ്റെ പോസിറ്റീവാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് അത്യാവശ്യം നല്ലതാണ്. പ്രോഫിറ്റ് ഗ്രോത്ത് കുറവാണ് കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ഫണ്ടമെൻ്റൽസ് ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 1388, ലോ എന്ന് പറയുന്നത് 535 ആണ്. ഇനി നമുക്ക് ചാർട്ട് അനുസരിച്ച് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു നോക്കാം. BBTC, ഓക്കെ, ഇതിപ്പോൾ ഞാൻ BBTCയുടെ ചാർട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും യൂസ് ചെയ്യേണ്ടത്, ഒരുപക്ഷെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് 20 EMA, അതുപോലെ 50 EMA. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 20 EMA ജസ്റ്റ് ഞാനൊരു കളർ കൊടുക്കാം, യെല്ലോ കൊടുക്കാം. ഞാൻ സാധാരണ അതാ കൊടുക്കുന്നത്. 20 EMA, ഓക്കെ. 50 EMA നമുക്കൊരു
ഗ്രീൻ കൊടുക്കാം. ഓക്കെ. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മൂവിങ് ആവറേജ് കൊടുക്കാം. ഞാൻ സാധാരണ കൊടുക്കുന്നത് 20-50 ആണ്. അപ്പോൾ ഇതിവിടെ 20 ഒക്കെയാണ് അത്യാവശ്യം ഇൻട്രാഡേ ചെയ്യുന്ന കൂടുതൽ ആൾക്കാരും 20 ആണ് ഉപയോഗിക്കാറ്. നിങ്ങളത് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, വർക്ക് ആവുന്നോ ഇല്ലയോ എന്ന്. അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മൂവിങ് ആവറേജ് മാറ്റാൻ സാധിക്കും. ഇവിടെ നോക്കുമ്പോൾ 20 മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്താൽ എടുക്കാതിരിക്കുന്നത് നല്ലത്. കാരണം ഇവിടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയുക, 20 മൂവിങ് ആവറേജിന് മുകളിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ വെച്ചിട്ട് അത് 50 മൂവിങ് ആവറേജ് കട്ട് ചെയ്തിറങ്ങി. പക്ഷേ നമ്മുടെ 20 മൂവിങ് ആവറേജ് ഇവിടെ സേഫാണ്. അതിന് താഴെ എത്തിയാൽ തൽക്കാലം അത് വിടുക. അതുകൊണ്ട് ഇവിടെ ഈ ഒരു എൻട്രി വന്നപ്പോൾ, അതായത് മെയ് 28-ന് 50 മൂവിങ് ആവറേജും 20 മൂവിങ് ആവറേജും കട്ട് ചെയ്ത് കയറി. നമുക്ക് 20 എടുത്താൽ പോലും അത് നല്ലൊരു എൻട്രി കിട്ടിയിട്ടുണ്ട്. സോ അത് 20 കട്ട് ചെയ്ത് താഴെ വരുന്നവരെ നമുക്കത് റൈഡ് ചെയ്യിക്കാൻ സാധിക്കും. 20 കട്ട് താഴെ വന്നാൽ അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ ഇറങ്ങുക. പക്ഷേ അതിൻ്റെ ആവശ്യം വരില്ല. നമ്മൾ ചെറിയൊരു 5-6 പോയിന്റ് അല്ലെങ്കിൽ 10 പോയിന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനു മുമ്പ് ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ ഒരുപാട് BBTs വെച്ചിട്ട് ഏകദേശം 10-ലധികം സ്വിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ 20 മൂവിങ് ആവറേജിന് മേളിൽ കയറി. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും റൈഡ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയാണ്. അതെപ്പോഴാണോ ഇതിന് താഴെ എത്തുന്നത് അതുവരെ നമുക്ക് തീർച്ചയായിട്ടും റൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫണ്ടമെന്റലി സ്ട്രോങ് ആയിരിക്കണം. അതുപോലെ മൂവിങ് ആവറേജ് 50-ഉം 20 യൂസ് ചെയ്യുക. 2-ന് മേളിൽ വന്നാൽ ഏറ്റവും സേഫ്. അറ്റ്ലീസ്റ്റ് 20-ക്ക് മേളിൽ വന്നാൽ നമുക്കൊരു എൻട്രി എടുക്കാം. പിന്നെ RSIയുടെ വാല്യൂ നോക്കുക. ഈ മൂവിങ് ആവറേജ് കട്ട് ചെയ്യുന്നതും RSI അത്യാവശ്യം കയറി വരുന്നതുമായിട്ടുള്ള സിറ്റുവേഷനിൽ എടുക്കുക. കാരണം സ്റ്റോക്ക് ഇടിയുമ്പോൾ RSI ചിലപ്പോൾ താഴെ നിൽക്കും. പക്ഷേ ഈ ഒരു കണ്ടീഷൻ കൂടി നോക്കുക. മൂവിങ് ആവറേജ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് RSIയുടെ കണ്ടീഷൻ കൂടി നോക്കി എടുക്കുക. അതുപോലെ തന്നെ വോളിയം, അതായത് നമ്മളിപ്പോൾ ഒരു എൻട്രി എടുക്കുമ്പോൾ അതിന് മുമ്പുള്ള ദിവസങ്ങളിലെ ഡെലിവറി പെർസെൻറ്റേജും വോളിയവും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഡെലിവറി സ്റ്റോക്ക് എഡ്ജിലും അതുപോലെ തന്നെ മണി കൺട്രോളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ വെച്ചിട്ട് ഒരു എൻട്രി എടുത്താൽ തീർച്ചയായിട്ടും അത്യാവശ്യം തെറ്റില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം, അമൃതാഞ്ജൻ. കമ്പനിയുടെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫണ്ടമെന്റൽസ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. തെറ്റില്ലാത്തൊരു കമ്പനിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, മൂവിങ് ആവറേജ് 50, മൂവിങ് ആവറേജ് 20. ഓക്കെ, ഈ മൂവിങ് ആവറേജ് 20-ക്ക് താഴെ എത്തുമ്പോൾ തന്നെ അതൊരു ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ അവിടെ കയറി എൻട്രി എടുക്കരുത്. കാരണം ഇവിടെ നിന്ന് പിന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള സ്റ്റീപ്പ് ഫോളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ തിരിച്ചിവിടെ അതായത് ഏപ്രിൽ 8-ന് തീർച്ചയായിട്ടും അതൊരു എന്താ പറയുക, മൂവിങ് ആവറേജ് 20 കട്ട് ചെയ്തു, മേളിലോട്ട് കയറി തിരിച്ച് മൂവിങ് ആവറേജ് താഴെ എത്തുന്നവരെ നമുക്കത് റൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനു മുമ്പ് ബുക്ക് ചെയ്ത് ഇറങ്ങുക. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ നോക്കൂ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, മൂവിങ് ആവറേജ് 20-ക്ക് മേളിലാണ് ഒരു റൈഡ് നടന്നിട്ടുള്ളത്. ഒരു ക്ലിയർ പൊസിഷൻ കിട്ടിയില്ലെങ്കിൽ, ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത് എൻട്രി എടുക്കാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. മൂവിങ് ആവറേജ് 50, 20, പിന്നെ നമ്മുടെ RSI, പിന്നെ ഈ പറഞ്ഞ പോലെ സ്ക്രീനറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെബ്സൈറ്റ് നോക്കി, morningstar.in മറ്റോ നോക്കി നമ്മളതിൻ്റെ ഫണ്ടമെന്റൽസ് കൂടി അനലൈസ് ചെയ്യുക. ഇതിന് വേറൊരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഇൻഡിഗോ എടുക്കാം. അപ്പോൾ ഇൻഡിഗോയുടെ കേസ് എടുത്താൽ, ഇതിൽ നമുക്ക് ഇൻഡിഗോയുടെ കേസിൽ ഇപ്പോൾ നമുക്ക് എങ്കിനാഷി എടുക്കാം. എങ്കിനാഷി ഇതിൽ കുറച്ചുകൂടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. പക്ഷെ എന്താ പറയുക, ഒരു ക്യാൻഡിൽ പോലെ അത്ര പ്രിസൈസ് ആയിട്ടുള്ള പെട്ടെന്ന് വ്യൂ കിട്ടില്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ എങ്കിനാഷി ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇത് മൂവിങ് ആവറേജ് 20 കട്ട് ചെയ്ത് താഴോട്ടിറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റീപ്പ് ഫോളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അത് കട്ട് ചെയ്ത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കയറുകയും താഴെ വോളിയം വരികയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ചെറിയൊരു എൻട്രി എടുക്കാൻ സാധിക്കും. 988 വന്നിട്ട് ഏകദേശം 1079 പോയി. ഇതുവരെ നമുക്കത് റൈഡ് ചെയ്യാൻ സാധിക്കും. ഇതിന് താഴെ എടുക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ ഇവിടെ ഷോർട്ട് ചെയ്യാം. ഷോർട്ട് ചെയ്തും പൈസ ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ലോങ്ങും എടുക്കാം, ഷോർട്ടും ചെയ്യാം. അപ്പോൾ ഷോർട്ട്, ഞാൻ പുതിയ ആൾക്കാരാണെങ്കിൽ തൽക്കാലം ഷോർട്ട് ചെയ്യണ്ട. ആദ്യം ഒരു 500 രൂപയെങ്കിലും ഉണ്ടാക്കിയിട്ട് നമ്മൾ ഷോർട്ട് ചെയ്യാൻ പഠിച്ചാൽ മതി. ഓക്കെ, ഈ ഒരു പോയിന്റിൽ വരുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നല്ല വോളിയം വരുന്നുണ്ട്. വോളിയം പെട്ടെന്ന് വരത്തില്ല, കാരണം 2-3 ദിവസമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്താൽ, അതായത് നമ്മൾ കുറച്ച് സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് ഇട്ടിട്ട് അതിൽ കറക്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക.
പഠിച്ചതിന് ശേഷം അതിൻ്റെ ഡെലിവറി പെർസെൻറ്റേജ് കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ പിവറ്റ് ലെവൽസ് കട്ട് ചെയ്ത് പോകുന്നുണ്ടോ, അതായത് പിവറ്റ് ക്രമേണ കൂടി വരികയാണോ, അതുപോലെ തന്നെ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുകയാണോ എന്നൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇതൊക്കെ നോക്കി ചെയ്താൽ, ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വന്ന് നിർത്തിയിട്ട് പോകും, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. പക്ഷെ ഒരു സീരിയസ് ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നവരാണ് എങ്കിൽ, അല്ലെങ്കിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെയൊന്ന് പഠിച്ചാൽ വളരെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇവിടെയും ഈ പറയുന്നത് പോലെ തന്നെ എങ്കിനാഷിയാണ് ഉപയോഗിച്ചത്. അവിടെ മൂവിങ് ആവറേജ് 50യും അതുപോലെ 20യും കട്ട് ചെയ്ത് കയറി നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. കുറച്ച് പ്രോഫിറ്റ് കിട്ടും, ബുക്ക് ചെയ്ത് ഇറങ്ങുക. പിന്നെ നല്ല സ്റ്റോക്കുകളാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേം കീപ്പ് ചെയ്യാം. അല്ല നമ്മളൊക്കെ ചെയ്യുന്ന പോലെ സ്കാൽപ്പിംഗ് അല്ലെങ്കിൽ ചെറിയ സ്വിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് ഇറങ്ങാൻ സാധിക്കും. ഇവിടെ ഒരു ഇതെന്ന് പറയുന്നത്, ഇനി നമുക്ക് പോയിന്റ് ആൻഡ് ഫിഗർ ചാർട്ടുണ്ട്. അത് വെച്ചിട്ട് അത് നിങ്ങൾക്ക് ആ ചാർട്ടിനെ കുറിച്ച് പോയിന്റ് ആൻഡ് ഫിഗർ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഞാനത് എടുത്തു തരാം. അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഇത് കാണുമ്പോൾ മനസ്സിലാവും, ഇവിടെ വെച്ചൊരു പോസിറ്റീവ് ട്രെൻഡ് ഉണ്ട്, അതുപോലെ ഇവിടെ വെച്ചിട്ടും കട്ട് ചെയ്ത് കയറുകയാണ്. ഈ എക്സ് ഗ്രീൻ ആണ്. അപ്പോൾ അടുത്ത ഒരു ഇതിലും നമുക്ക് 2 അപ് ട്രെൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു അപ് ട്രെൻഡ് കിട്ടുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ അത് നിങ്ങൾ ഫുള്ളായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. പോയിന്റ് ആൻഡ് ഫിഗർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനൊരു പോയിന്റ് ആൻഡ് ഫിഗറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം. തൽക്കാലം അത് അറിയാത്തവരാണെങ്കിൽ ക്യാൻഡിൽ വെച്ചിട്ട് അല്ലെങ്കിൽ എങ്കിനാഷി വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫണ്ടമെൻ്റലി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം വെച്ചിട്ടൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ കുറച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ബാക്ക് ടെസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് നമുക്ക് മനസ്സിലാവും എപ്പോഴും. കാരണം ഇവിടെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കട്ട് ചെയ്ത് കയറുമ്പോഴാണ് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. ഒരുപാട് ബാക്ക് ടെസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് എപ്പോഴാണോ ഇടിഞ്ഞ് താഴെ വരുന്നത് അവിടെ വെച്ചൊരു സ്റ്റീപ്പ് ഫോൾ വന്നിട്ടുണ്ട്. അപ്പോൾ മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ആൾ നിസ്സാരക്കാരനല്ല. നമുക്കൊക്കെ തീർച്ചയായിട്ടും നല്ലൊരു എൻട്രി എടുക്കാനും എക്സിറ്റ് മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ടൂൾ തന്നെയാണ്. അതിൻ്റെ കൂടെ നമ്മുടെ RSIയും വോളിയും പിന്നെ അത്യാവശ്യം ഫണ്ടമെൻ്റൽസ് കൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും തെറ്റില്ലാത്ത രീതിയിൽ ജീവിച്ചു പോകാനുള്ള പൈസ ഈ ഒരു ഷെയർ മാർക്കറ്റിൽ നമുക്ക് കിട്ടാൻ സാധിക്കും. അപ്പം നിങ്ങളത് പഠിക്കുക. നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ നല്ലത്. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുക, അല്ലെങ്കിൽ മൂവിങ് ആവറേജിനെ കുറിച്ചൊന്ന് അനലൈസ് ചെയ്യുക. അത്തരം നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് ലോസ് കുറയ്ക്കാനെങ്കിലും സാധിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാനും ഒരു ലൈക്ക് ചെയ്യാനും, അപ്പോൾ ഉപയോഗമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചെടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അക്കൗണ്ട് എടുക്കാൻ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ. അപ്പോൾ താങ്ക് യു ഓൾ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.